ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഞായറാഴ്ചയായിട്ട് ഒരു ദോശയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ യൂഷ്വലി എല്ലാ ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസിൽ മൂവീസൊക്കെ കണ്ടു കിടക്കുന്ന കാരണം തന്നെ സാറ്റർഡേ ആൻഡ് സൺഡേസിൽ എണീക്കാൻ ഭയങ്കര ലേറ്റ് ആവാറുണ്ട് കേട്ടോ. ഋതുവാണ് ഫസ്റ്റ് എണീക്കുക. അവൻ എണീറ്റിട്ട് ആദ്യം എന്നെ എണീപ്പിക്കും, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ശരത്തന്നെ എണീപ്പിക്കുക. ഇതാണ് പതിവായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ഋതുവിനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു നേരത്തെ ഇറങ്ങുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് മീൽ പോയി കഴിഞ്ഞാൽ അധികം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബണ്ണീസ്. ബണ്ണീസ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളുടെ ഒരു നഴ്സറി ടൈപ്പാണ്. ഒരു 45 days to 5 years വരെയുള്ള കുട്ടികളുടെ അഡ്മിഷനാണ് അവരവിടെ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഋതുവിനെ ഇപ്പം തന്നെ അവിടെ ചേർക്കാനുള്ള പ്ലാനൊന്നുമില്ല, കുറച്ചും കൂടി കഴിയട്ടെ. എന്നിട്ട് എന്തായാലും അവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ഇപ്പം ഇല്ല എന്ന് മാത്രം കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് കരാമയിലായിരുന്നു. കരാമേനെ വെച്ചിട്ട് ഇവിടെ നമ്മുടെ വാസൽ വില്ലേജ് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാസൽ വില്ലേജ് ഭയങ്കര കാം ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. കരാമ കുറച്ചും കൂടി ക്രൗഡഡ് ആണല്ലോ. പിന്നെ ഇതേ നമ്മളിത് വെജ് മീൽ പോണ ഒരു വഴിയാണ്. നേരെ കാണുന്നത്, നേരെ അങ്ങോട്ട് പോകുന്തോറും നമ്മുടെ ജെൻ സലൂണും പിന്നെ ഗ്രേറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്, പിന്നെ കുട്ടികളുടെ ബുക്സ് ഐറ്റംസ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്റ്റേഷനറി ഷോപ്പുണ്ട്. പിന്നെ എന്തേ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ലേഡീസ് സലൂൺ ഉണ്ട്, പിന്നെ ലേഡീസിൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡിൻ്റെ സൂപ്പർ മാർക്കറ്റ് തൊട്ട് മുകളിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ വരുന്നുണ്ട്, ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് എല്ലാതും ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഒന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോഴാണ് ഞങ്ങളൊക്കെ പോയിരുന്നത് ജിം. ഇപ്പോൾ ശരത്തേട്ടൻ്റെ ഫ്രണ്ടും കൂടി പോകുന്നുണ്ട്. ഞാൻ ഒരു 2 മാസം മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് നിർത്തി. പിന്നെയാണ് ഞാൻ ഡാൻസിനൊക്കെ ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് പിന്നെ കരാട്ടെ ക്ലാസ് ഇതൊക്കെ ടോപ്പ് ഫ്ലോറിലാണ്, അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ്. പിന്നെ വെജ് മീൽ റെസ്റ്റോറൻറ്റും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വലിയ തിരക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ക്ലിനിക്കും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് എല്ലാ ആവശ്യമുള്ള സംഭവങ്ങളും നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് വെജ് മീൽ പോയി നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങളത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഋതുവിന് എപ്പോഴും ഉള്ളതാണ് കേട്ടോ, എന്തെങ്കിലും ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് അത് തുറന്നു തരാൻ പറയും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ അയ്യോ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവനും തോന്നും കിട്ടണില്ല. അവനും കുറച്ച് അങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ ഇടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു, നമ്മൾ ദോശയൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഇപ്രാവശ്യമല്ല കേട്ടോ, ഞങ്ങൾ എപ്പോഴൊക്കെ പോയാലും ഞങ്ങൾ പൊടി മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്യുക. നമ്മുടെ ദോശയുടെ പൊടി ഉണ്ടല്ലോ, അതിങ്ങനെ ദോശയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മസാല ദോശയുടെ ആ ഫില്ലിങ്ങും വെച്ച് റോൾ ചെയ്ത് തരുന്ന ഒരു സംഭവമാണ് പൊടി മസാല ദോശ. അപ്പോൾ ഋതു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ടും പിടിച്ചിരിക്കും കേട്ടോ ഈ ദോശ. അവന് ഞങ്ങളൊരു വടയും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അവൻ വടയൊക്കെ പിടിച്ച്, വട കഴിക്കൊന്നുമില്ല, ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം ഒരു പീസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ചു. നമ്മൾ ഓൾറെഡി ഫുഡ് കൊടുത്തിട്ടാണല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല അടിപൊളി കാപ്പിയാണ് കേട്ടോ ഇവിടുത്തെ. ഞങ്ങൾക്ക് ചായനെക്കാട്ടി ഇവിടുത്തെ കൂടുതൽ ഇഷ്ടം കാപ്പിയാണ്. അപ്പോൾ നമ്മളിത് നല്ല കോഫിയും പിന്നെ ദോശയൊക്കെ കഴിച്ച് ഞാൻ ഫസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഋതുവിനായിട്ട് നേരെ ഗ്രാൻഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ മുകളിലാണ് ടോയ്സ് പിന്നെ ഡ്രസ്സസ് കാര്യങ്ങളെല്ലാതും ഉള്ള സ്ഥലം മുകളിലാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. പിന്നെ ശരത്തേട്ടൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. കാരണം ഋതുവിന് ഇവിടെ കുറേ ടോയ്സ് കാർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വെജ് മീൽ ഇരിക്കുന്ന സമയത്ത് നേരെ കാണുന്ന വ്യൂ ഇവിടെയാണ്. അപ്പോൾ അവന് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഓടണം. അപ്പോൾ ഒരാൾ പെട്ടെന്ന്, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ശരത്തേട്ടൻ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഋതുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുക. നേരെ എന്നിട്ട് ഗ്രാൻഡിൻ്റെ ഉള്ളിൽ പോയി അവൻ എന്താവശ്യമുള്ളത് വാങ്ങില്ല, എന്തായാലും ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയുള്ളൂ. കാരണം നമ്മൾ ഓരോ വട്ടം പോകുമ്പോഴും ഓരോന്നോരോന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ആ ഒരു ശീലം വരും. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങില്ല, ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ. അവനങ്ങനെ വാശി പിടിക്കില്ല കേട്ടോ, വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശിയും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിക്കൻ, അതിനുള്ള വേറെ ഐറ്റംസ് കാര്യങ്ങൾ. പിന്നെ ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് ബ്രോക്കോളി. ഋതുവിന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകാനുള്ള തിരക്കാണ് കാണുന്നത്. ഒരു സൈഡിൽ ഋതു ഓടുന്നു, മറ്റേ സൈഡിൽ ശരത്തേട്ടൻ ഓടുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് എത്താനുള്ള ഒരു ത്വരയാണ് കേട്ടോ അത്. നമ്മളിത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിലെത്തുമ്പോൾ തന്നെ ഏകദേശം സമയം 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയി ഋതു ഒന്ന് ഉറങ്ങും, കാരണം അവന് ഓൾറെഡി നമ്മൾ ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
അപ്പോൾ അവന് നമ്മൾ റൂമിലെത്തി അവനൊന്ന് ഉറങ്ങും. ആ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ സമയം എടുക്കും. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആവും. അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു 3 മണിയുടെ അടുത്ത് സമയമാവും. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുക നമ്മളൊരു 3 മണി 4 മണി സമയത്തായിരിക്കും ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാറ്റർഡേസ് ആൻഡ് സൺഡേസിൽ ഡാൻസ് ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മളൊരു 6:45 അല്ലെങ്കിൽ ഒരു 7 ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങും. 8:30 വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ രാത്രിക്കത്തെ ഫുഡ് മേ ബി പുറത്തുനിന്ന് കഴിക്കും. ചിലപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് കഴിക്കും. ഡിപ്പെൻസ് ആണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് കഴിക്കും. അതല്ല എങ്കിൽ നമ്മൾ കഴിച്ചിട്ടാണ് വരാറുള്ളത്. ഇതാണ് യൂഷ്വലി എല്ലാ സാറ്റർഡേസ് ആൻഡ് സൺഡേസിലും നടക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.